ഹലോ ഹായ് നമസ്കാരം. കേട്ടിട്ട് വിളിച്ചു, കേട്ടിട്ട് പഠിച്ച് നമ്മളെല്ലാവരും തുടങ്ങിക്കാണും. അപ്പം ഞാൻ നിർത്തി വെച്ച ക്ലാസ് ഞാനും വീണ്ടും തുടങ്ങുകയാണ്. കേട്ടിട്ട് കിട്ടിയിട്ടേ ഇനി നമുക്ക് റെസ്റ്റ് ഉള്ളൂ. അപ്പോൾ നിങ്ങളും പഠിക്കുക, കൂടെ ഞാനുമുണ്ട്, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പം ഈ 2026 എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കേട്ടിട്ട് കിട്ടട്ടെ എന്നും പിന്നീട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് മികച്ച രീതിയിൽ പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ നിർത്തിയതിൽ നിന്ന് ബാക്കിയായിട്ടങ്ങ് തുടങ്ങുവാന്നേ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, എപ്പോഴും പ്രവർത്തനരഹിതമായിട്ടുള്ള ഘട്ടം ഏത്? അതായത് നമ്മൾ ഏത് ഘട്ടമാണ്? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അതിന് മുമ്പ് ബീജാങ്കുരണ ഘട്ടം, ഭ്രൂണഘട്ടം, ഗർഭഘട്ടം എന്നിങ്ങനെ ഘട്ടത്തെക്കുറിച്ച്, വികാസഘട്ടങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വികാസഘട്ടങ്ങളുടെ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഞാൻ ചോദിക്കുന്ന ചോദ്യം, എപ്പോഴും പ്രവർത്തനരഹിതമായിട്ടുള്ള ഘട്ടം ഏത്? അത് ഉത്തരമേതാടാ? ശൈശവം. ഉത്തരം ശൈശവമാണ്. എപ്പോഴും പ്രവർത്തനരഹിതമായിട്ടുള്ള ഘട്ടം ഏതാണ്? ശൈശവം. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ആശ്രിതത്വം കൂടുതലുള്ള ഘട്ടം ഏതാണ്? ശൈശവം. ആശ്രിതത്വം കൂടുതലുള്ള ഘട്ടം ശൈശവമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ആശ്രിതത്വം. ഓക്കെ, ഇനി പ്രവർത്തന നിരത. ഓക്കെ, ആശ്രിതത്വം. ഇനി അടുത്തത്, അഹം കേന്ദ്രീകൃത ചിന്ത. സ്ഥിരം ചോദ്യം, അഹം കേന്ദ്രീകൃത. ഞാൻ, എൻ്റേത് എന്ന ചിന്ത എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. അഹം കേന്ദ്രീകൃത ചിന്ത അല്ലെങ്കിൽ ഞാൻ, എൻ്റേത് എന്ന് കുട്ടികൾ ചിന്തിക്കുന്നത് ഏത് ഘട്ടത്തിലാണ് കൂടുതൽ? അതും ശൈശവത്തിലാണ്. ഓക്കെ, അവിടുന്ന് അടുത്തത് ചോദ്യത്തിലേക്ക് പോവാം. അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷിക്കുറവ് ഏത് ഘട്ടത്തിലാണ്? ആ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയ നാലാമത്തെ, അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷിക്കുറവ്. അമൂർത്ത ചിന്തയല്ല, അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷിക്കുറവ് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ ശൈശവം പറയും. അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് അമൂർത്ത ചിന്ത കൂടിക്കൂടി വരും. ഓക്കെ, സാധാരണ രീതിയിൽ അമൂർത്ത ചിന്ത കൂടിയത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൈശവം, ആദ്യബാല്യം, മധ്യബാല്യം, അന്ത്യബാല്യം തന്നാൽ നമ്മൾ അന്ത്യബാല്യം സെലക്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ശ്രദ്ധാദൈർഘ്യക്കുറവ് ഏത് ഘട്ടത്തിൻ്റെ പ്രത്യേകത? ശ്രദ്ധാദൈർഘ്യക്കുറവ് ഏത് ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്? ഏത് ദൈർഘ്യത്തിൻ്റെയാണ്? ഏതാ? ശൈശവം തന്നെ, ശൈശവം. ഓക്കെ, നമ്മളപ്പോൾ എന്തൊക്കെ പറഞ്ഞു? പ്രവർത്തനനിരതമായിട്ടുള്ള ഘട്ടമാണ്, ആശ്രിതത്വം ഉള്ള ഘട്ടമാണ്, അഹംകേന്ദ്രീകൃത ഘട്ടമാണ്, അമൂർത്ത ചിന്തന ഘട്ടമാണോ? അല്ല, അമൂർത്ത ചിന്തന ശേഷിക്കുറവുള്ള ഘട്ടമാണ്, ശ്രദ്ധാദൈർഘ്യക്കുറവുള്ള ഘട്ടമാണ്. ഇനി ഇത് ഇത്രയാണോ? അല്ല, ഒരു വികാരത്തിൽ നിന്ന് മറ്റൊരു വികാരത്തിലേക്ക് പെട്ടെന്ന് കുട്ടികൾ മാറുന്ന ഘട്ടമാണ്. ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ വൈകാരികമായി പ്രകടനം നടത്തുന്ന ഘട്ടമാണ്. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വ്യഗ്രത കാണിക്കുന്ന ഘട്ടമാണ്. ഇതെല്ലാം എന്തിൻ്റെ പ്രത്യേകതയാണ്? ശൈശവത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ അടുത്ത നമ്മൾ ആറാമത്തെ ചോദ്യത്തിലേക്കൊന്ന് നോക്കേ. സചേതന ചിന്ത. സചേതന ചിന്ത എന്തിൻ്റെ പ്രത്യേകതകളാണ്? സചേതന ചിന്ത എന്തിൻ്റെ പ്രത്യേകതയാണ്? എന്താണ് ഈ സചേതന ചിന്ത? അല്ലെങ്കിൽ അനിമിസം എന്ന് പറയും. അനിമിസം. എന്താണ് സചേതന ചിന്ത അല്ലെങ്കിൽ അനിമിസം? ജീവനില്ലാത്തവയ്ക്ക് ജീവനുണ്ട് എന്ന് വിചാരിക്കുന്നത്. അതായത് പാവകൾക്ക് ജീവനുണ്ട്, അല്ലെങ്കിൽ എന്താണ് കളിപ്പാട്ടങ്ങൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികൾ കളിക്കത്തില്ലേ? അങ്ങനെ ഇല്ലാത്തവയ്ക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞ് കളിക്കുന്ന ഘട്ടമാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഘട്ടമാണ്. ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. ഏത് ബാല്യഘട്ടത്തിലാണോ? ശൈശവഘട്ടത്തിലാണോ? മധ്യബാല്യഘട്ടത്തിലാണോ? അന്ത്യബാല്യഘട്ടത്തിലാണോ? ഏതിലാണ്? ആദ്യ ബാല്യഘട്ടത്തിലായിരിക്കും. ആദ്യ ബാല്യം. കാരണം നമുക്കറിയാം 3 മുതൽ 6 വയസ്സ് വരെയാണ് ആദ്യ ബാല്യം. 36 3 മുതൽ 6 3 മുതൽ 6 വയസ്സ് വരെയാണ് ആദ്യ ബാല്യം. അപ്പം ആ ഘട്ടത്തിലല്ലേ സചേതന ചിന്ത? അതെ, സചേതന ചിന്ത ആ ഘട്ടത്തിലാണ്. മുതിർന്നവരോട് ഒരുപാട് സംശയം ചോദിക്കുന്ന ഘട്ടം ഏതാണ്? ആ ഘട്ടമാണ്. കളിക്കോപ്പുകളുടെ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഘട്ടം ആ ഘട്ടമാണ്. ജന്തുകഥകൾ, താളപ്രധാന ഗാനങ്ങൾ, ഹാസ്യം എന്നിവ ഇഷ്ടപ്പെടുന്ന ഘട്ടം ആ ഘട്ടമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കൂടുതൽ പ്രവർത്തനക്ഷമമാവുന്ന ഘട്ടം ആ ഘട്ടത്തിലെയാണ്.
പക്ഷേ ചോദ്യങ്ങൾ വരുന്നത് ഇവ ഇത്രയും പറഞ്ഞത് വരാനുള്ള സാധ്യത കുറവാണ്. സചേതന ചിന്ത വരും. ഇനി അടുത്ത ചോദ്യം വരാൻ കൂടുതൽ സാധ്യതയാണ് ടോയ്ലറ്റ് കാലഘട്ടം. ടോയ്ലറ്റ് കാലഘട്ടം എന്നല്ല, ടോയ്ലറ്റ് ട്രെയിനിങ് കാലഘട്ടം എന്നാണ് കേട്ടോ. ആ എളുപ്പത്തിനാണ് ടോയ്ലറ്റ് കാലഘട്ടം എന്നങ്ങ് എഴുതി വച്ചിരിക്കുകയാണ്. ടോയ്ലറ്റ് ട്രെയിനിങ് കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് ഘട്ടമാണ്? ആദ്യ ബാല്യമാണ്. ടോയ്ലറ്റ് ട്രെയിനിങ് കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആദ്യ ബാല്യമാണ്. ഇനി അടുത്തത് സംഘപൂർവ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. സംഘപൂർവ കാലഘട്ടം എന്നറിയപ്പെടുന്നത് എന്താണ്? ആദ്യ ബാല്യം. എന്തുകൊണ്ടാണ് സംഘപൂർവ കാലഘട്ടം എന്നറിയപ്പെടുന്നത്? കുട്ടികൾ സ്കൂളിൽ പോകുന്നത് 6 വയസ്സിലാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ മധ്യബാല കാലഘട്ടത്തിലാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം സംഘകളികൾ ഇതിനു മുമ്പ് ഏർപ്പെടുമെങ്കിലും സംഘകാലഘട്ടത്തിലേക്ക് കുട്ടികൾ കടക്കുന്നത് സ്കൂളിൽ പോകുന്നതിലൂടെയാണ്. നമ്മളുടെ സൈക്കോളജി പ്രകാരം അതിന് മുമ്പ് അംഗൻവാടി പോത്തില്ലേ, നഴ്സറി പോത്തില്ലേ, അത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നിരോധിച്ചിരിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ DLED സൈക്കോളജി ബേസ്ഡ് ആണ്. അതുപ്രകാരമുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുപ്രകാരം കുട്ടികൾ 6 വയസ്സിലാണ് സ്കൂളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അവിടെ അവന് കൂട്ടുകൾ ഉണ്ടാവുന്നു. അപ്പോൾ ആ കൂട്ടിന് മുമ്പുള്ള കാലഘട്ടമാണ് സംഘപൂർവ കാലഘട്ടം. അതുകൊണ്ട് ആദ്യകാലത്തെ ഏത് പേരിലും അറിയപ്പെടും? സംഘപൂർവ കാലഘട്ടം എന്നറിയപ്പെടും. ഓക്കെ, ഇനി പര്യവേഷണങ്ങളുടെ കാലഘട്ടം, ക്വസ്റ്റ്യനിങ് ഏജ് എന്നും പറയും. ക്വസ്റ്റ്യനിങ് ഏജ്, ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും കാലഘട്ടം എന്നും ഇവിടെ പറയും. പര്യവേഷണങ്ങളുടെ കാലഘട്ടം അല്ലെങ്കിൽ ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും കാലഘട്ടം എന്ന് ചോദിച്ചാലും അറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാടാ? ആദ്യ ബാല്യമാണ്. ഓക്കെ, ഇനി അടുത്തത് മറ്റൊരു ചോദ്യം നമുക്കൊന്ന് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. സമ്മർദ്ദങ്ങളുടെയും കൊടുങ്കാറ്റിൻ്റെയും കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം. സമ്മർദ്ദങ്ങളുടെയും കൊടുങ്കാറ്റിൻ്റെയും കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? കൗമാരം. ആരെങ്കിലും അന്ത്യബാല്യവും മധ്യബാല്യവും വല്ലതായിട്ട് വന്നോ? ചിന്തിച്ചോ? തെറ്റാണ്. കൗമാരമാണ്. സമ്മർദ്ദങ്ങളുടെയും കൊടുങ്കാറ്റിൻ്റെയും കാലഘട്ടം എന്നറിയപ്പെടുന്നത് കൗമാര കാലഘട്ടമാണ്. സ്റ്റാൻലി ഹൾ എന്ന് പറഞ്ഞ ഒരാളാണ് അങ്ങനെ ഇതിനെ വിശേഷിപ്പിച്ചത്. ഇനി ഈ കൗമാര കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താടാ? ആത്മദാനം, അഹംബോധം ഏറ്റവും വർദ്ധിക്കുന്ന കാലഘട്ടം. ആത്മദാനം, അഹംബോധം എന്നിവയൊക്കെ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. ദിവാസ്വപ്നം, സാമൂഹ്യ സേവനങ്ങൾ, പിന്നെ സംഘത്തിന് സ്വാധീനം, സംഘത്തിൽ കൂട്ടുകാർക്കായിരിക്കും എന്തോ ചെയ്യുന്നത് കൂടുതൽ പ്രാധാന്യം നൽകുന്ന കാലഘട്ടം ഏതാണ്? കൗമാരത്തിലാണ്. മാതാപിതാക്കളിൽ നിന്ന് അകലുന്നത് കൗമാരത്തിലാണ്. സ്വാശ്രയ ജീവിതത്തിലേക്കുള്ള നയിക്കുന്നത് കൗമാരത്തിലാണ്. ദിവാസ്വപ്നങ്ങൾ കാണുന്നത് കൗമാരത്തിലാണ്. പ്രണയം, കല, സംസ്കാരം, ഭാവിയെക്കുറിച്ചുള്ള ചിന്ത ഇവയൊക്കെ എല്ലാം ഉണ്ടാകുന്ന എവിടാണ്? കൗമാരത്തിലാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു കാലഘട്ടം വിട്ടിട്ടാണ് കൗമാരത്തിലേക്ക് വന്നത്, അന്ത്യബാല്യം. ഇപ്പം ആ മധ്യബാല്യവും അന്ത്യബാല്യവും കൂടി ചേർത്ത് ചിലപ്പം അന്ത്യബാല്യം എന്ന് മാത്രമേ നമുക്ക് ചിലപ്പം തരൂ, ചിലപ്പം മധ്യബാല്യവും തരും. അത് ക്വസ്റ്റ്യൻ ഇടുന്നവരുടെ അനുസരിച്ചിരിക്കും. അതായത് ചിലപ്പോൾ ഇവർ മധ്യബാല്യം ഒഴിവാക്കും, അത് അന്ത്യബാല്യത്തിലോട്ട് ലയിപ്പിക്കും, ചിലപ്പം മധ്യബാല്യം ഉണ്ടാകും. ഓക്കെ, അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ അപ്പോൾ എഴുതണം. ഇനി ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത ഈ രീതിയിലൊന്നുമല്ല സാധാരണ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് അന്ത്യബാല്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഉദാഹരണം തന്നിട്ടുണ്ട്. ആ ഉദാഹരണത്തിലേക്ക് നമുക്ക് പോകാം. 12ാമത്തെ ചോദ്യം നോക്കിയോ. താഴെ പറയുന്നവയിൽ അന്ത്യബാല്യത്തിൻ്റെ പ്രത്യേകത അല്ലാത്തത്? സാമൂഹ്യ അവബോധം, ശാസ്ത്രീയ ചിന്ത, വൈകാരിക സ്ഥിരത ഇവയല്ല. സാമൂഹിക അവബോധം, ശാസ്ത്രീയ ചിന്ത, വൈകാരിക സ്ഥിരത ഇവയല്ല. ഇതിനകത്തുള്ള കുരുക്കെന്താണെന്ന് വെച്ചാൽ, ഇനി
പ്രത്യേകത അല്ലാത്തത് എന്നല്ലേ പറഞ്ഞത്. അപ്പം അല്ലാത്തതിൻ്റെ നമ്മൾ പുറകെ പോകുമ്പം സാമൂഹ്യ അവബോധമുണ്ടോ? ഉണ്ട്. ശാസ്ത്രീയ ചിന്തയുണ്ടോ? ഉണ്ട്. വൈകാരിക സ്ഥിരത ഉണ്ടോ? അപ്പം നമ്മൾ വിചാരിക്കും ഇല്ല എന്ന് പറഞ്ഞങ്ങ് കട്ട് ചെയ്യും. അപ്പം ശരിക്കും പക്ഷെ അങ്ങനല്ല. അല്ലെങ്കിൽ മേള് പറഞ്ഞ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ കട്ട് ചെയ്യും. അങ്ങനെയല്ല, ഇവ മൂന്നുമുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷനും താഴെ വരും. അതേപോലെ അല്ലാത്തത്, ആയത് എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും വേണം. അപ്പം നിങ്ങൾ കയറ്റത്തിന് ഒരുപാട് പേർക്ക് പോകുന്നത് ഇങ്ങനെ അല്ലാത്തത്, ആയത് എന്ന് മാറിപ്പോകുന്ന, അപ്പം അത് അല്ലാത്തത്, ആയത് എന്ന് കാണുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടിയിൽ ഒരു ചെറിയ വരയും ഇട്ട് വെച്ചേക്കുക, ആ അല്ലാത്തതിൻ്റെ അടിയിൽ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലൂടെ അത് തെളിയുന്നു. അപ്പം 12 ചോദ്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വികാസഘട്ടങ്ങളുടെ ചോദ്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ഘട്ടവുമായിട്ട് ഒരുപാട് വൈകാതെ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് വരും. അപ്പം പെട്ടെന്ന് നമ്മൾ ടോപ്പിക്കിൽ തീർത്ത് പോകും. അതിനുശേഷം നമ്മൾ ഒരുപാട് താമസിക്കാതെ തന്നെ നമ്മളെന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾ പഠിക്കുക. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങളിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.